നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അമ്മയ്ക്ക് സംരക്ഷണ തുക നൽകണമെന്ന മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ വിധി ലംഘിച്ച മകനെ ജയിലിലടച്ച് സർക്കാർ ഇടപെടൽ. കാസർഗോഡ് മലച്ചേരി വടുതലക്കുഴിയിലെ പ്രതീഷ് 32 വയസ്സുകാരനെയാണ് ഹോസ്ദുർഗ് സബ് ജയിലിൽ അടച്ചത്. കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക അടയ്ക്കുന്നതുവരെ ജയിലിലടക്കാനാണ് ഉത്തരവ്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ നിയമം 2007 വകുപ്പ് 5, 8 BNSS 144 എന്നീ നിയമപ്രകാരമാണ് പ്രതീഷിനെ ജയിലിലടച്ചത്. പ്രതീഷിൻ്റെ അമ്മ കാഞ്ഞിരപ്പുഴയിൽ ചോറുപോട്ടെ ഏലിയമ്മ ജോസഫിന് പ്രതീഷ് പ്രതിമാസം 2000 രൂപ സംരക്ഷണ തുകയായി നൽകണമെന്ന് കാഞ്ഞങ്ങാട് മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ വിധിച്ചിരുന്നു. ഈ തുക ലഭിക്കാത്തതിനെ തുടർന്ന് ഏലിയമ്മ 2025 ഏപ്രിൽ 24-ന് ട്രൈബ്യൂണലിൽ ഹർജി നൽകി. 10 ദിവസത്തിനകം തുക നൽകാൻ മടിക്കെ വില്ലേജ് ഓഫീസർ മുഖേന പ്രതീഷിന് നോട്ടീസ് നൽകി. തുക അടക്കാത്തതിനാൽ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ വാറന്റ് അയച്ചു. ജൂൺ 4-ന് പ്രതീഷ് പോലീസിൽ അറസ്റ്റ് ചെയ്ത് ട്രൈബ്യൂണൽ മുമ്പാകെ ഹാജരാക്കി. പണം നൽകാൻ സാധിക്കില്ലെന്നും അമ്മയെ തൻ്റെ സഹോദരി സംരക്ഷിക്കുന്നില്ല എന്നും പ്രതീഷ് അറിയിച്ചു. എന്നാൽ പ്രതീഷിൻ്റെ വാദം തള്ളിയ ട്രൈബ്യൂണൽ കേസ് ജൂലൈ 10-ലേക്ക് മാറ്റി. അന്ന് നടന്ന വിചാരണയിൽ പരാതിക്കാരിയും എതിർകക്ഷിയും ഹാജരാക്കിയെങ്കിലും തുക നൽകാൻ വിസമ്മതിച്ചു. ജൂലൈ 31-നകം ഒരു ഗഡു നൽകാൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടെങ്കിലും ഏലിയമ്മയ്ക്ക് തുക കിട്ടിയില്ല. ഇതോടെ ആഗസ്റ്റ് 12-ന് ഏലിയമ്മ വീണ്ടും ട്രൈബ്യൂണലിൽ പരാതി നൽകി. ചൊവ്വാഴ്ച കേസ് പരിഗണിച്ച ട്രൈബ്യൂണൽ സതീഷിന് 6 മാസത്തെ കുടിശ്ശികയായ 12,000 രൂപ നൽകുന്നതുവരെ ജയിലിൽ പാർപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു.